വാസുദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നപ്പോൾ രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ പ്രമാണത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ഹെലികോപ്റ്ററാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ആകാശത്ത് ഹെലികോപ്റ്റർ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് ഈ ഹെലികോപ്റ്റർ യാത്രയായത്. പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും ഇത് ഇറങ്ങുക. മനീഷ് മഹിവാൽ നമുക്കൊപ്പം ചേരുന്നു. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് തിരുവനന്തപുരം നഗരത്തിൽ കനത്ത സുരക്ഷയാണ്. പറയൂ. കഴിഞ്ഞ 1 മണിക്കൂർ നേരമായി തിരുവനന്തപുരം നഗരത്തിൽ കനത്ത ഗതാഗത നിയന്ത്രണമായിരുന്നു. നിലവിൽ ഡ്രോൺ അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പനിമിഷങ്ങൾക്ക് മുൻപാണ് രാഷ്ട്രപതി നിലയ്ക്കലിലേക്കായിരുന്നു ആദ്യം പോകാൻ തീരുമാനിച്ചത്. പിന്നീട് പ്രമാദത്തേക്ക്, അതായത് പത്തനംതിട്ടയിലെ പ്രമാദത്തേക്ക്, നേരത്തെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടാണ്, അവിടെ നേരത്തെ പ്രധാനമന്ത്രി അടക്കം നേരത്തെ വന്നിട്ടുള്ളതാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങാനാണ് നേരത്തെ തീരുമാനം. അങ്ങനെ സമയക്രമത്തിലടക്കം മാറ്റം വന്നു. അതായത് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്നാണ് രാഷ്ട്രപതിയുടെ നേരത്തെ 9:15 തീരുമാനിച്ചിരുന്ന ഹെലികോപ്റ്ററിൽ പോകാൻ തീരുമാനിച്ചിരുന്നത് നേരത്തെ ആക്കിയിട്ട് അത് 7 മണിക്ക് ശേഷമാക്കാൻ, അത് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്നാണ് അങ്ങനെ ഒരു ക്രമീകരണം വരുത്തിയിട്ടുള്ളത്. നിലവിൽ പത്തനംതിട്ട പ്രമാദത്തിലേക്ക് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് റോഡ് മാർഗം നിലയ്ക്കലിലേക്ക് പമ്പയിലെത്തും. പമ്പയിലെത്തി അവിടെ പമ്പയിൽ സ്നാനം കഴിഞ്ഞ ശേഷമായിരിക്കും അവിടെ ഗണപതി കോവിലിൽ വെച്ചായിരിക്കും കെട്ട് നിറയ്ക്കുക. അതിനുശേഷം അവിടെ ഗൂർഖ വാനുകളിലായിരിക്കും, അതിന്റെ അകമ്പടിയോടെ ആയിരിക്കും അവിടെ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ ആയിരിക്കും യാത്ര. അങ്ങനെ ഉച്ചപൂജയ്ക്ക് മുൻപ് തന്നെ അവിടെ സോപാനത്തിലെത്തും, അവിടെ സന്നിധാനത്തെത്തും. എത്തിയ ശേഷം പിന്നീട് അവിടെ തൊഴുത ശേഷം പിന്നീട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.